നോമ്പൊക്കെ തുറന്നല്ലേ? നോമ്പൊക്കെ തുറന്നു. നോമ്പ് പിടിച്ചിരുന്ന സമയത്ത് ഇത്ര ക്ഷീണമില്ല. എനിക്ക് നോമ്പിന്റെ ഒരു ക്ഷീണവും ഇല്ല. കണ്ണിന് കൺകുരു അല്ലേ? കൺകുരു ആണോ അത്? അത് ചൂട് സമയമാകുമ്പോഴത്തേക്കിനുമേ കണ്ണിന് കുരു വരുന്നു. അത് പെട്ടെന്ന് മാറും. ഒരു ദിവസമല്ലേ, 2 ദിവസം അങ്ങേറ്റ്. ഇതെന്തോ വെച്ച് ഉണ്ടാക്കുന്നത്? ഞാൻ കഞ്ഞി ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ നോമ്പ് കഞ്ഞി. നല്ല ടേസ്റ്റാ. ഇല്ല, ഭയങ്കര കുളിയാന്ന് വെച്ചാ. ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഐറ്റംസ് ഒക്കെ? എന്തൊക്കെയാണ് കാണണ്ടേ? കാണിച്ചു. ബർഗർ, പിന്നെന്താ, കട്ട്ലേറ്റ് കാണുന്നുണ്ടോ? പിന്നെന്തായിരുന്നു? പിന്നെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നല്ലോ. ജ്യൂസ് ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടായിരുന്നു, പേരയ്ക്ക ഉണ്ടായിരുന്നു. ഷേക്ക് ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാൻ ആവശ്യമാണെങ്കിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് പാല് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. നാളെ ഇനി ഉണ്ടാകുന്നു. ഓറിയോ ഷേക്ക് ഉണ്ടാക്കും. പിന്നെ ആ കഞ്ഞി. പിന്നെ കഴിക്കാനുള്ള എന്താണ് കണ്ടോ? കഴിക്കാനായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ബീഫ് കറി. പിന്നെ അരിപ്പത്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. സമയമില്ലായിരുന്നു ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ പാക്കറ്റ് ചെയ്ത് കിട്ടും. നല്ല സൂപ്പർ അരിപ്പത്തിരി കേട്ടോ. നമുക്ക് ബാലൻസ് ഒക്കെ വരുവാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ട് നാളെ ചൂടാക്കിയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നാളെ അത്താഴത്തിന് നമുക്കിത് തന്നെ കഴിക്കാം. എനിക്കിത് കഞ്ഞിയുണ്ട്. കഞ്ഞി കുടിച്ചിട്ട് ഭയങ്കര ക്ഷീണമേ ഇല്ലായിരുന്നു അല്ലേ? ഞാൻ ശരിക്കും കഞ്ഞി കുടിച്ചാൽ നല്ല ഇതാണ് കേട്ടോ. ഒട്ടും പറഞ്ഞില്ല. നോമ്പ് തുറക്കുന്നവരെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വയറ്റിൽ ചെറുതായിട്ട് ഗ്യാസ് അത്ര നേരം വയറ്റിലൊന്നും ഇല്ലായിരുന്നല്ലോ. അയിമ 3 മണി വരെ ഇരുന്നു കേട്ടോ ഇന്നത്തെ നോമ്പില്. 3 മണിയായപ്പോഴത്തേക്കിനും വെള്ളം കുടിച്ചു എന്ന് സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. നാളെയും പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയിമ. പക്ഷെ അയിമ അത്രയും നേരം നിന്നിട്ട് തന്നെ ഭയങ്കര ക്ഷീണമായപ്പോൾ തലയും കുത്തി അവിടെ ഒടിഞ്ഞു അടങ്ങി കിടപ്പുണ്ട് അയിമ. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ നോമ്പിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോ ഫുഡ് കഴിക്കണം, ഉറങ്ങണം. ഉറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇതുണ്ടോ, പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുവാ. ഇനി ഇതെല്ലാം തട്ടി കഴുകിയെല്ലാം വൃത്തിയാക്കാനുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താണ്? അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ.